PCOS പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമുക്ക് പെണ്ണുങ്ങളിലെ ഒരുപാട് അണ്ടങ്ങൾ വലുതാവാൻ നോക്കും. അതില് മുളച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരെണ്ണം മാത്രം വലുതായി 18 mm ആയിട്ട് 16-16 ദിവസം പൊട്ടും. PCOS എന്നുള്ള കണ്ടീഷനിൽ ഇൻസുലിന്റെ അളവ് കൂടുതലാണ് ശരീരത്തിൽ. ഇത് കാരണം എല്ലാ അണ്ടങ്ങളും ഒരുമിച്ച് പൊട്ടാൻ നോക്കിയിട്ട് ആരും പൊട്ടില്ല. അങ്ങനെ പൊട്ടാതെ നിൽക്കുന്നിട്ട് അണ്ടാശയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോളിക്കിൾസ് ഇങ്ങനെ നിൽക്കും അവിടെ വലുതാവാണ്ട്. ഇതെല്ലാം കൂടി ഹോർമോൺ ഉണ്ടാക്കുക, അണ്ടോൽപാദനം ഉണ്ടാവില്ല. അപ്പൊ അണ്ടോൽപാദനം ഉണ്ടാവാതിരിക്കും, അപ്പൊ നമുക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അത് മാത്രല്ല, ഇതെല്ലാ ഹോർമോണും കൂടിയിട്ട് ആൺ ഹോർമോണിലേക്ക് മാറും. അപ്പൊ മീശയും താടിയും ആൺ ടൈപ്പ് ഓഫ് ബാൾഡ്നെസ്സും എല്ലാം വരും. അപ്പൊ അതേവരെ ചെസ്റ്റിലെ ഹെയർ, അങ്ങനെ മുടി കൂടുതൽ ഉണ്ടാവണമെന്നുണ്ടാവും. പിന്നെ അണ്ടോൽപാദനം ഉണ്ടാവാതിരിക്കലും മാത്രമല്ല, അണ്ടം പൊട്ടലും ഉണ്ടല്ല, ഒരുപാട് ഹോർമോൺ ഉള്ളത് കാരണം മാസക്കുള്ളി ഇങ്ങനെ നീണ്ടു പോകും. ചിലപ്പോ തടിയും കൂടും. പക്ഷെ പൊതുവെ ഈ PCOS വരുന്നത് തടി കാരണമാണ്. എല്ലാവരുടെയും വിചാരം PCOS കാരണമാണ് തടി. അത് കാരണം നിങ്ങൾ എന്റെ തടി കുറയ്ക്കാനായിട്ട് PCOSന് ഒരൊറ്റമൂലി ഇതാ, എന്നിട്ട് എന്റെ തടി കുറച്ചതാ. അത് നടക്കില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് PCOS. തടി കാരണം വരുന്നതാണ് PCOS. അത് കാരണം മരുന്ന് കൊണ്ട് തടിയും PCOSും ഒരുമിച്ച് കുറയ്ക്കാൻ സാധിക്കില്ല. നമ്മൾ തന്നെ എക്സസൈസ് ചെയ്യണം, PCOSന്റെ ഡയറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് PCOS. അത് അധികം ആൺ ഹോർമോൺ ഉണ്ടാവുന്നതും അണ്ടോൽപാദനത്തിനെ ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് PCOS. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അത് ഒന്ന്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതിന്റെ മൂലകാരണം. ഇൻസുലിൻ ആക്ഷൻ കിട്ടുന്നില്ല, ഷുഗർ അബ്സോർപ്ഷൻ ഉണ്ടാവുന്നില്ല. അതേപോലെ അപ്പോ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഒരുപാട് നമ്മൾ മധുരം കഴിച്ചിട്ട് തടി കൂടിയിട്ട് ആ തടി കൂടുമ്പോൾ നമ്മുടെ ഫാറ്റ് സെൽസിൽ ഈസ്ട്രജനെ കാർന്നു തിന്നുന്ന ധാതുക്കളുണ്ട്. അപ്പൊ ബ്രെയിനിന് റോങ് സിഗ്നൽ തരികയാണ്. ഈ ഫാറ്റ് സെൽസ് മുഴുവൻ ഈസ്ട്രജനെ കടിച്ചു തിന്നു കഴിഞ്ഞാൽ ബ്രെയിനിന് എന്താ വിവരം കിട്ടുക? ഓ, ഈ കുട്ടിക്ക് ഈസ്ട്രജൻ ഒന്നും ഇല്ലല്ലോ. അപ്പോ ഓവറിയോട് പറയണം ഇനി ഈസ്ട്രജൻ ഉണ്ടാക്കണം. ഈ പറഞ്ഞ ഈസ്ട്രജനെ കടിച്ചു തിന്നുന്നത് ആരാണ്? ഈ ഫാറ്റ് സെല്ല്. വീണ്ടും ബ്രെയിനിന് തോന്നണം അയ്യോ ഈസ്ട്രജൻ ഇല്ലല്ലോ, ആദ്യം ഉണ്ടാക്കുക ഈസ്ട്രജൻ എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ ഈസ്ട്രജൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാരണം, ഒരു കണ്ടീഷനിൽ കാരണമാണ് ഈ PCOS ഉണ്ടാവുന്നത്. അപ്പൊ തടി കുറയ്ക്കുന്നത് നമ്മളുടെ ആവശ്യമാണ്. PCOSന്റെ മെയിൻ സിംറ്റം ബൈ ഡെഫിനിഷൻ മേൽമീശ, ആക്നെ, അതായത് ഇവിടെയൊക്കെ മുഖക്കുരു വരിക, പിന്നില് അക്കാൻതോസിസ് നൈഗ്രിക്കാൻസ് എന്ന് പറയുന്ന പിഗ്മെന്റേഷൻ കഴുത്തിന്റെ പിന്നിൽ വരിക, മാസക്കുളി വൈകി വരിക, PCOS കാരണം തടി വരിക. ഇതാണ് PCOSന്റെ സിംറ്റംസ്. ഓവുലേഷൻ ഉണ്ടാവാതിരിക്കുക, കുട്ടികൾ ഉണ്ടാവാതിരിക്കുക, ഇതും PCOSന്റെ കാരണം. ഏറ്റവും അവസാനം PCOS കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ക്യാൻസർ വരാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കരുത്. PCOS കാരണം ക്യാൻസർ വരുന്നു, അത് വളരെ റെയറാണ്. PCOS തടിയുള്ള പേഷ്യൻസിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എക്സസൈസിന് പോയേ പറ്റൂ, ഡയറ്റിങ് ചെയ്തേ പറ്റൂ. ഡയറ്റില് നമ്മൾ മൈദ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, റവ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമ്പർ 1. പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, ചീസ്, പനീർ എല്ലാം ഒഴിവാക്കുക. നമ്പർ 2, കാർബോഹൈഡ്രേറ്റ്സ് അധികം കഴിക്കാതിരിക്കുക. ഒരു പ്ലേറ്റിൽ നമ്മൾ കോമ്പിച്ച് ഒരു കുറെ ചോറും അതിന്റെ അടുത്ത് കുറച്ച് കൂട്ടാനും വെക്കുന്നതിന് പകരം കുറച്ച് ചോറും ഒരുപാട് പച്ചക്കറി അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ പയറോ എന്തെങ്കിലും വെച്ചിട്ട് പ്ലേറ്റിന്റെ പ്രപ്പോർഷൻ മാറ്റി പിടിക്കുക. നമുക്ക് വായിക്ക് രുചി ചോറാണെങ്കിലും രുചിയില്ലാത്ത സാധനങ്ങളെ കൊണ്ട് പ്ലേറ്റ് നിറച്ച് കഴിക്കുക. മധുരം ഒഴിവാക്കുക. പലർക്കും ഈ എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന കുട്ടികള് ഇവരൊക്കെ എന്താന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരില്ല, അവർ 2 മിഠായി എടുത്ത് അങ്ങോട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മിഠായി കഴിക്കുന്നത് 4 ഉരുള ചോറ് കഴിക്കും. ഞാനൊന്നും കഴിക്കണില്ല ഡോക്ടറെ, അവളൊന്നും കഴിക്കില്ല, അവളൊന്നും കഴിക്കില്ല ചോദിച്ചു വരുമ്പോ അവർ ഇപ്പോഴും മിഠായി കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വറവ് സാധനം ഏതു നേരം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചായ ഏതു നേരം കുടിക്കും, അതിൽ ഓരോ ചായയിലും 1.5 സ്പൂൺ പഞ്ചസാരയുണ്ട്. അല്ലെങ്കിൽ ഏതു നേരം ഏറിയേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, അതിൽ പഞ്ചസാര ഉണ്ടെന്നുള്ളത് അവർ മറക്കുന്നു. ഞാൻ വെറും വെള്ളം കുടിക്കുന്നുള്ളൂ എന്ന് മാത്രം പറയും. അപ്പോൾ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റണം. നമ്മൾ കഴിക്കാതിരുന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ കഴിക്കുന്ന ഡയറ്റിലും മധുരം കുറയ്ക്കണം. അങ്ങനെ തടി കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഒഴിവാക്കണം. അതായത് വനസ്പതിയിൽ കുക്ക് ചെയ്യുന്ന കേക്ക്, പാസ്ത, കുക്കീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും. അതേപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഒരുപാട് എണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത്. ആ എണ്ണ പിന്നെയും അതേ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. രാവിലെ വെച്ച എണ്ണ തന്നെ വൈകുന്നേരം ഉണ്ടാകുക. അങ്ങനത്തെ എണ്ണയിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണം തമ്മിൽ
വ്യത്യാസമാകുന്ന വെച്ചാൽ കുറേ തവണ ഈ എണ്ണ ബോയിൽ ചെയ്യുമ്പോൾ അതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് കണ്ടന്റ് കഴിക്കും, കൂടുതലാവും. ആ ട്രാൻസ് ഫാറ്റി ആസിഡ് PCOSനെ കൂടുതലാക്കും. അപ്പൊ അത് കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വറുത്ത സാധനങ്ങളുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നത് നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കും. പിന്നെ ഉലുവയുടെ ഇല, ഉലുവയുടെ സീഡ്സ് കുറച്ച് വെള്ളത്തിലിട്ട് കഴിക്കുന്നത്, മത്തൻ കുരു, ഇരട്ടി മധുരം, കറുകപ്പട്ട, ബിരിയാണിയിൽ ഇടുന്ന കറുകപ്പട്ട, ഇതെല്ലാം ഈ PCOSന്, ഖസ്ഖസ്, ഇതെല്ലാം കുറേശ്ശെ ഓരോ കുപ്പിയിലാക്കി ഹോസ്റ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഓരോ കുപ്പി കൊണ്ടുപോയിട്ട് ഓരോന്നുള്ള ഡെയിലി കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ PCOSന് ഉപയോഗപ്രദമാകും. പക്ഷെ ഡയറ്റിങ് അത്യാവശ്യം. ഡയറ്റിങ്ങും എക്സസൈസും വേണം. ഇരുന്നിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ മൊബൈൽ പിടിച്ച് നടന്ന് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ശരീരത്തിനെ നമ്മൾ നോക്കണം. ആ ചെറുപ്പകാലത്ത് നമുക്ക് കരിയറും വീട്ടിലത്തെ കാര്യങ്ങളും പഠിക്കാനുള്ളതും എല്ലാം കൂടിയാ നോക്കുമ്പോൾ നമ്മൾ വയ്യാതെയാവും. മിക്ക പേഷ്യൻസിനും മെന്റൽ പ്രഷർ കാരണമാണ് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടാത്തത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തടി കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇത് കഴിഞ്ഞാൽ ഇൻസുലിൻ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ഈ PCOSൽ. ഞാൻ ആദ്യം കൊടുക്കാറുള്ളത് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളികയാണ്. പക്ഷെ അത് ആദ്യം ഓരോ ഗുളിക, പിന്നെ 2, പിന്നെ 3, അങ്ങനെ ഡോസ് കൂട്ടി കൊടുക്കും. അത് പക്ഷെ പലർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിന് അസിറ്റൈൽ സിസ്റ്റീൻ മയോഇനോസിറ്റോൾ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അതുണ്ടാവും. അതും ഡീകൈറോയിനോസിറ്റോളും കൂടിയിട്ടുള്ള ഒരു ഗുളിക കൊടുക്കാറുണ്ട്. പിന്നെ തടി കുറയ്ക്കാനായിട്ട് ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുന്ന ഒരു ഗുളികയുണ്ട്. ആ ഗുളിക നമ്മുടെ ഫാറ്റിനെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പോൾ ആ വയറ്റിൽ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് പോകും. എന്നാലും അറ്റ്ലീസ്റ്റ് ആ ഫാറ്റ് പോയി കഴിഞ്ഞാൽ പേഷ്യൻസ് പെട്ടെന്ന് തടി കുറഞ്ഞു എന്ന് പറയും. പക്ഷെ മെയിൻ പ്രോബ്ലം തടി കുറയണതിന്റെ എന്താ വെച്ചാൽ ആദ്യം കുറയുന്ന തടി ഫാറ്റിൽ നിന്നാണ് കുറയുന്നത്. അപ്പൊ പേഷ്യന്റ് ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ആദ്യമൊക്കെ കുറെയൊക്കെ കുറഞ്ഞു, മറ്റേ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആദ്യമൊക്കെ കുറെ കുറഞ്ഞു, പിന്നെ എന്ത് മരുന്ന് കഴിച്ചിട്ടും കുറയില്ല. അത് ഡോക്ടറുടെ കുറ്റവും മരുന്നിന്റെ കുറ്റവും അല്ല. ആദ്യം കുറയണത് ഫാറ്റിന്റെയാണ്. പിന്നെ കുറയുന്നത് ലീൻ ബോഡി മാസ് ആണ്. മസിലിൽ നിന്നാണ് വെയിറ്റ് കുറയുന്നത്. അപ്പൊ ആദ്യം കുറയുന്നത് 1 മാസം എടുത്താൽ ഈ ഫാറ്റ് നിന്ന് കുറയുന്ന പോലെ മസിലിൽ നിന്ന് വരുന്നത് കുറയാത്തത് കൊണ്ട് ലീൻ ബോഡി മാസ് കുറയാൻ കുറെ മാസം എടുക്കും. അപ്പൊ വെയിറ്റ് ലോസ് ആദ്യം സ്റ്റീപ്പായിട്ട് കൂടിക്കഴിഞ്ഞാലും വെയിറ്റ് ലോസ് പിന്നെ പ്ലാറ്റോയിങ് ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരിക്കും. എന്താ വെച്ചാൽ മസിലിൽ നിന്ന് വെയിറ്റ് കുറയാൻ ഒരുപാട് സമയം എടുക്കും. അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മുടെ ഡയറ്റും എല്ലതും കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ ഒപ്പം PCODക്കുള്ള മരുന്നുകളും കഴിക്കണം. 6 or 9 മാസം ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. മിക്ക ആൾക്കാർക്കും ബട്ടൺ അമർത്തിയ പോലെ 4 കൊല്ലം കൊണ്ടുണ്ടായ രോഗം 1 മാസം കൊണ്ട് കുറയണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അത് നടക്കില്ല. നമ്മൾ കുറെ കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള രോഗം നമ്മള് മാസങ്ങളെങ്കിലും എടുക്കൂലോ കൂടാനായിട്ട്. പിന്നെ തീരെ പറ്റാത്ത പല പേഷ്യൻസ് ഉണ്ട്. ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉള്ള പേഷ്യൻസിന് ഞങ്ങൾ ലാപ്രോസ്കോപ്പി ചെയ്യും. പണ്ടത് ഒരുപാട് ചെയ്തിരുന്നു. പക്ഷെ ഈ മെറ്റ്ഫോമിനും ഇതൊക്കെ വന്നതിന് ശേഷം അത്ര അധികം ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരാറില്ല. നമ്മൾ 95-ലൊക്കെ ഞാൻ ഒരുപാട് ലാപ്രോസ്കോപ്പി വെച്ചിട്ട് ഈ ഓവറിയിൽ ഇങ്ങനെ കുറെ കുത്തുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഇഫക്റ്റ് ഒരു കൊല്ലത്തേക്ക് ലാസ്റ്റ് ചെയ്യും, അണ്ടോൽപാദനം ഉണ്ടാവാത്ത ആൾക്കാർക്ക്. പക്ഷെ ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ വളരെ കുറഞ്ഞിരിക്കുന്നു ഈ രോഗങ്ങളിലെ ഈ മരുന്നുകളൊക്കെ വന്നതിന് ശേഷം. അതിനുശേഷം പിന്നെ കുട്ടികൾ ഉണ്ടാവാത്ത ആൾക്കാരാണെങ്കിൽ ഈ PCOD കുറയ്ക്കുന്നതിന് പുറമെ അണ്ടോൽപാദനം ഉണ്ടാവാനുള്ള മരുന്നുകൾ കൂടി തരും. കുട്ടികൾ ഉണ്ടാവാത്തവരാണെങ്കിലോ, ചെറുപ്പം കുട്ടികളാണെങ്കിലോ ഗർഭനിരോധന ഗുളികകൾ കൊടുക്കും. അത് പീരീഡിനെ റെഗുലർ ആക്കും. അതേപോലെ അതിൽ ആ ചില ഗർഭനിരോധന ഗുളികകളുടെ മീശയൊക്കെ കുറയ്ക്കാനുള്ള ധാതുക്കളുണ്ട്. അപ്പൊ ഹെർസ്യൂട്ടിസം കുറയ്ക്കാനുള്ള ധാതുക്കളുള്ള OC പിൽസ് കൊടുക്കാം. അത് ചെറുപ്പം കുട്ടികൾക്ക്. അപ്പൊ അമ്മമാര് കാണും ഡോക്ടർ ഓർമ്മയില്ലാണ്ട് എഴുതിയതാണോ എന്റെ കുട്ടിക്ക് ഗർഭനിരോധന ഗുളികയൊക്കെ കൊടുക്കണത് എന്താണെന്ന് ചോദിക്കും. അപ്പൊ അത് അങ്ങനെയല്ല. അത് PCOSനെ കുറയ്ക്കാൻ ആ ഗർഭനിരോധന ഗുളികയ്ക്ക് ഹെൽപ്പുണ്ട്. ആ PCOSനെ കുറയ്ക്കൽ മാത്രല്ല, പ്ലസ് അതിന്റെ ആ ഹെർസ്യൂട്ടിസം കുറയ്ക്കാനും അതിന് സാധിക്കും. അപ്പൊ OC പിൽസ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അണ്ടോൽപാദനം ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഫെർട്ടിലിറ്റി ഉണ്ടാവുക? PCOS കാരണം നമുക്ക് അണ്ടോൽപാദനം ഉണ്ടാവില്ല. അപ്പൊ അണ്ടങ്ങളില്ലാതെ എങ്ങനെ കുട്ടികൾ ഉണ്ടാവുക? അണ്ടങ്ങൾ വേണ്ടേ? അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിന് അണ്ടോൽപാദനത്തിനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും, ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കാം. പക്ഷെ അൺട്രീറ്റബിൾ ഒന്നല്ല. ഞാനിപ്പോ ഒരു വീഡിയോ ഇതിലിപ്പോ ഫെർട്ടിലിറ്റിയെ ബാധിക്കും എന്ന് കേട്ട വഴി അൺട്രീറ്റബിൾ ആണെന്ന് വിചാരിച്ച് ഡെസ്പിറേറ്റ് ആവേണ്ട കാര്യമില്ല. പല പേഷ്യൻസും പഠിക്കുന്ന കാലത്ത് ഇത് വീഡിയോ കേട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് ഡെസ്പിറേറ്റ് ആയിട്ട്, അയ്യോ ഞാൻ ഇനി എങ്ങനെ കല്യാണം കഴിക്കുക, എനിക്ക് PCOS ഉണ്ട്,
നാളെ ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് കുട്ടികളുണ്ടാവില്ല, ഞാൻ ഈ വിവരം എന്റെ വുഡ്ബിയോട് പറയണ്ടേ എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു ഭീതിയുടെ ആവശ്യമില്ല. നമ്മളൊരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും എടുത്തു നോക്കിയാൽ 50-60% പെൺകുട്ടികൾക്കും PCOS ഉണ്ട്. അപ്പൊ PCOS ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും എന്നുള്ളതൊരു ദുഃഖ സത്യമാണെങ്കിലും PCOS ഇല്ലാത്ത കുട്ടികളെ ഒന്നും ആണുങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ PCOS വളരെ പ്രിവേലന്റ് ആണ്, പക്ഷെ ട്രീറ്റബിൾ ആണ്, കൺട്രോളബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് PCOS ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അത് ട്രീറ്റബിൾ ആണ്, കൺട്രോളബിൾ ആണ്. അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും.